ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഐറ്റം ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടാണ് മുരിങ്ങാക്കായ ബിരിയാണി മീൻ പൊള്ളിച്ചതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കണോ? ഇഷ്ടമായാലും ആയില്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് കാശൊക്കെ കിട്ടില്ല തുടങ്ങിയിട്ട് നമുക്ക് അടിപൊളി ബിരിയാണി കൊണ്ടൊക്കെ വരാം കേട്ടോ. പിന്നെ എന്താണ് ഇപ്പോൾ പറയുന്നത്, നിങ്ങളെന്താ താത്ത ഇങ്ങനെയൊക്കെ പറയുമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ വെറൈറ്റി ആവും ചെയ്യും, കാരണം നമ്മളെപ്പോഴും ചിക്കനും മട്ടനും ബീഫും മാത്രം കഴിച്ചാൽ പോരല്ലോ. സാധാരണ നമ്മളെ പച്ചക്കറി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മളതിനാവശ്യമായ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി അങ്ങനെയുള്ള എല്ലാ സംഭവം വേണം കേട്ടോ. അപ്പം നീട്ടിക്കൊണ്ട് പോകണ്ട, എല്ലാം കൂടി പറഞ്ഞ് നീണ്ടു പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മുരിങ്ങക്കായ തൊലിയൊക്കെ അങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് മുളക് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കട്ടെ. ഒരു കുറഞ്ഞ ആവി പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഉള്ളി വാടി വരുമ്പോൾ തക്കാളി ഇട്ടിട്ട് തക്കാളിയിലോട്ട് നമ്മൾ പേസ്റ്റ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ ചതച്ചതുണ്ടാവുമല്ലോ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് മൂടി വയ്ക്കുക. പെട്ടെന്ന് വാടി വരാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുരിങ്ങാക്കായ ഊറ്റി വെച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൽ ഇത്തിരി വെള്ളമൊക്കെ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് കറിയായി പോകും. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഉപ്പുണ്ടെന്ന സമയത്ത് നമ്മൾ നോക്കാൻ മറക്കരുത്. പിന്നെ നമ്മളതിൽ കുറച്ച് നെയ്യോ സൺഫ്ലവർ എന്താണെന്ന് വെച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ, അരിയിടാൻ. അപ്പോൾ അതിലോട്ട് നമ്മൾ പട്ട് ഏലക്കായും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് കഴുകിയൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ചൊരു മേട് വേവാകുമ്പോൾ ഊറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ മുരിങ്ങാക്കായ സെറ്റാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മുടെ അരി കുറച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മുടെ ബിരിയാണി മസാലയും മല്ലിച്ചപ്പും പുതിനയുണ്ട് കുറച്ച് വെച്ച് നെയ്യോ എണ്ണ സൺഫ്ലവറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഉള്ളത് അത് കുറച്ച് വെച്ച് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ സാധാരണ നമുക്ക് കഴിക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെന്നൊന്നുമില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ കൂട്ടാനുള്ള എല്ലാ സാധനങ്ങളും കൂട്ടി അടിപൊളിയായിട്ട് ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കാശൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയായിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മീൻ നമ്മളെല്ലാവരും സാധാരണ മസാല തേച്ച് ഇലയിലൊന്ന് ചട്ടിയിൽ വെച്ച് ചുട്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.